ഈ നികുതി പണത്തിൽ നിന്ന് ആളുകൾ അതൊക്കെ നന്നാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ഗവൺമെൻറ്. സ്വകാര്യ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോഴേക്കും എന്തൊരു ബഹളമായിരുന്നു. പിന്നെ ഇവരെന്തിനാണ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയത്? സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും കേരളത്തിൽ, എല്ലാ രംഗങ്ങളിലും ഉണ്ടാകും. അതിന് കേരളത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും 18 മിനി തുറമുഖങ്ങളും 600 കിലോമീറ്റർ കടലുമുള്ള കേരളത്തെ ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു പോർട്ട് സിറ്റിയാക്കി നമ്മൾ മാറ്റും. തൊഴിലവസരങ്ങൾ ഉണ്ടാവും, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവും. ഒരു ഗവൺമെൻറ്റിനും വരാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഒന്നും പുറത്തു പറയാത്തത് വെറുതെ വിവാദം ഉണ്ടാക്കി ഇത് കൊലയ്ക്കാൻ വേണ്ടി കുറേ ആളുകൾ നടക്കുന്നുണ്ട്. അവർക്ക് വിട്ടുകൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. നോക്കിക്കോ, ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഈ പ്രഖ്യാപിച്ച കാര്യങ്ങളിലുള്ള ഡെലിവറി കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഒരു സംശയവും വേണ്ട. കേരളത്തെ 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള കേരളത്തെ ഏവിയേഷൻ ഹബ്ബാക്കും. 10,000 MSMEകൾ സ്റ്റാർട്ട് ചെയ്യും. ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ വ്യത്യസ്തമായ മേഖലകളിൽ ഉണ്ടാവും. അപ്പോഴാണ് എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. ആ എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായാലേ പണം ഉണ്ടാവും. എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും മൂന്നാമൻ്റെ കയ്യിലും ഖജനാവിലും ഒക്കെ പണം ഉണ്ടാകണം. പണം എക്സ്ചക്കർ ഫില്ല് ചെയ്യണം. 91-ൽ നമ്മുടെ ഗോൾഡ് കൊണ്ടുപോയി ലണ്ടനിൽ കൊണ്ട് പണയപ്പെടുത്തി. റിസർവ് ബാങ്കിലുണ്ടായിരുന്ന ഗോൾഡ് ഇല്ലേ, അവിടെ നിന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അത് ഏറ്റെടുത്തത്, ലിബറലൈസേഷൻ കൊണ്ടുവന്നത്. പിന്നീട് നമ്മുടെ ഗവൺമെൻറ്റുകൾ അത് തുടർന്നു. എന്താ ചെയ്തത്? അവർ ഖജനാവ് നിറച്ചു, എക്സൈസ് ഡ്യൂട്ടി കൂട്ടി, ഇൻകം ടാക്സ് കൂടി, ടാക്സ് വർദ്ധിച്ചു. ഖജനാവ് നിറഞ്ഞപ്പോൾ ക്ഷേമ പരിപാടികളും വികസന പദ്ധതികളും ആരംഭിച്ചു. അങ്ങനെ ഒരു ഗവൺമെൻറ്റിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ആരുടെയും ആനുകൂല്യങ്ങൾ ഈ സർക്കാർ വെട്ടിക്കുറയ്ക്കില്ല. നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ ഓരോ അവസരത്തിലായി തിരിച്ചു തരാനുള്ള ശ്രദ്ധയുണ്ടാവും. DA ഈ സർക്കാർ നിങ്ങൾക്ക് തന്നിരിക്കും. DA ഒരു സംശയം വേണ്ട. ഉള്ള തീരുമാനങ്ങളൊക്കെ ആയിരുന്നു. DA തരും, ഒരു സംശയം വേണ്ട. ഇത് തരില്ല. നമ്മുടെ കാലത്തുള്ളത് നമ്മൾ തരും. കുടിശ്ശിക നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിശ്ശിക കൂടി എങ്ങനെ നൽകാൻ പറ്റുമെന്ന്. ഇപ്പോഴത്തത് നമ്മൾ കൊടുക്കും ഉറപ്പായിട്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനങ്ങളുണ്ടാവും. ഇപ്പം ഇവർ പറയണത് കേട്ട് കഴിഞ്ഞാൽ ഇവരുടെ കാലത്ത് ജീവനക്കാരോട് എന്തായിരുന്നു? ഞാൻ നിങ്ങൾ ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടീസ് കണ്ട് ഇവിടുത്തെ നിങ്ങളുടെ വേറെ സംഘടന ഇത്രയും തമാശക്കാർ സെക്രട്ടറിയിലുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാണ്. എന്തൊരു പൊട്ടി ചിരിച്ചു പോകും നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ. എന്താ ഇവരുടെ ഒരു തൊലിക്കെട്ടി എന്ന് ആലോചിക്കണം. ഇത് ഇങ്ങനെ പറയാൻ ഇവരൊക്കെ എവിടെയായിരുന്നു കഴിഞ്ഞ 10 കൊല്ലക്കാലം? മറ്റേതായിരുന്നു പരിപാടി. ഏത് സ്തുതിപാഠക സംഘമായിട്ട് മറ്റേയൊക്കെ പറഞ്ഞ് ചീത്തയാക്കാൻ വേണ്ടിയിട്ട് നടക്കുമായിരുന്നു. എന്നെ അങ്ങനെ പറഞ്ഞതിൻ്റെ സ്വഭാവം മതി. തിരുവാതിര കളി, കാരണഭൂതൻ, മറ്റത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏതായാലും അതിനൊന്നും വരില്ല. ഇതായിരുന്നു പരിപാടി. അത് നടത്തിയിരുന്ന ആളുകൾ ഇപ്പോൾ സമരം ചെയ്യാൻ ഇറങ്ങിയേക്കുക. സമരം നമ്മളൊന്നും ഇരുന്നേ ഉള്ളു. അതിനു മുമ്പ് സമരം ചെയ്യാണ്. എന്തിനാണ്? അവർ ചെയ്യാത്ത കാര്യങ്ങൾ, 10 കൊല്ലം ചെയ്യാത്ത കാര്യങ്ങൾ ഈ 2 മാസത്തിനാണ് നമ്മൾ ചെയ്യാത്തതിന്. അതിൽ സംഭവിക്കണ്ടേ? പിന്നെ പറയാം സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ യോഗത്തിൽ, പണ്ട് നമ്മളിതൊക്കെ മറന്നു പോകും. അധികാരം കിട്ടിക്കഴിയുമ്പോൾ മറന്നു പോകും പഴയതൊക്കെ. നമ്മളൊന്നും മറക്കില്ല. ഓർത്ത് വെച്ചേക്കും. ആരും ഉപദ്രവിക്കൊന്നുമില്ല. പക്ഷേ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവും. റെഡിയായിട്ടിരുന്നാൽ മതി എല്ലാവരും ആവശ്യത്തിന്. അത്രമാത്രം ഉപദ്രവിക്കപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും ഇല്ലേ? പലതരത്തിൽ 10 വർഷം നിരന്തരമായി അവർക്കൊക്കെ സംരക്ഷണം കൊടുക്കും. 10 വർഷം ഉപദ്രവിക്കപ്പെട്ടവർക്ക് സംരക്ഷണം കൊടുക്കും. ഇപ്പം മെഡിസപ്പിൻ്റെ കാര്യം അതിൻ്റെ ലീഗലായിട്ടുള്ള പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നല്ല രീതിയിൽ അത് പരിഷ്കരിക്കും. നല്ല രീതിയിൽ പരിഷ്കരിക്കും, ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ പറ്റും. ഉറപ്പുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടാകും. ഓരോ കാര്യങ്ങൾ മെച്ചപ്പെട്ട് വരുമ്പോഴും അതിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടാവും. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ പറയാം, ഇപ്പോൾ ലോക്കൽ ബോഡി 3 ഗഡുക്കളായിട്ടാണ് കൊടുക്കണം. നമ്മളിപ്പോൾ 1-ാം ഗഡു കൊടുക്കേണ്ടതാണ്. 1-ാം ഗഡു പ്രഖ്യാപിച്ചിരുന്നു 2000 കോടി രൂപ. അത് വൈകിയെന്ന്
ആരാ പറയണത്? മൂന്നാം ഗഡു കൊടുക്കാതെ പോയവരാണ് ഈ പറയണത് വൈകിയെന്ന്. സമ്മതിക്കണ്ടേ ഇവര്? മൂന്നാം ഗഡു കൊടുത്തില്ല. ഇനി പണ്ട് കൊടുത്തിരുന്നപ്പോൾ എപ്പോഴാണ് കൊടുക്കണത്?